ഒരു പോലീസ് ജീപ്പിൽ എത്ര ഗിയർ വരെ മാറാൻ പറ്റും? 5 വരെയാണ്. എന്നാൽ 2 ഗിയർ മാത്രം മാറി സഞ്ചരിക്കുന്ന ഒരു പോലീസ് ജീപ്പ് ഉണ്ട് തിരുവനന്തപുരത്ത്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ 3,80,000 കിലോമീറ്റർ ഓടിയ ആ വണ്ടി ഇതാണ്. വഴിയിലായ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുന്നതും വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. CI സഞ്ചരിച്ചിരുന്ന വണ്ടിയാണിത്. വട്ടപ്പാറ തന്നെ പോലീസ് സ്റ്റേഷനടുത്ത് ഒരു ജീപ്പ് ഒതുക്കിയിട്ടിട്ടുണ്ട്. സ്റ്റേഷൻ പെട്രോളിംഗ് വാഹനം. 3 മാസമായി ക്ലച്ചും റേഡിയേറ്ററും സ്റ്റാർട്ടറും എല്ലാം തകരാറിലാണ്. കഠിനംകുളം പോലീസിനും കഷ്ടകാലമാണ്. 3 ലക്ഷത്തിലേറെ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി സ്പെയർ പാർട്സ് പോലും കിട്ടാതെ കട്ടപ്പുറത്താണ്. ഒരു സൈഡിൽ മിറർ പോലും ഇല്ലാത്ത വണ്ടിയിലാണ് ഇപ്പോഴത്തെ യാത്ര. വിവിധ സർക്കാർ ഓഫീസുകളുടെ പരിസരങ്ങളിൽ കാലാവധി കഴിഞ്ഞ ഒട്ടേറെ വാഹനങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ. വളരെ മോശം അവസ്ഥയിൽ കാണുന്ന ഈ വണ്ടി മൊബൈൽ ഡയാലിസിസ് യൂണിറ്റാണ്. KL 01 BE 8304 എന്ന ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2012 മാർച്ചിലാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ 1-2 പേര് പറഞ്ഞു 4 വർഷത്തിൽ കൂടുതലായി ഈ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. തിരുവനന്തപുരത്തെ DMO കോമ്പൗണ്ടിലാണ് ഈ വണ്ടി ഇത്രയും മോശമായി കിടക്കുന്നതെന്ന് ഓർക്കണം. അരികിലുണ്ട് അതിയന്നൂർ ബ്ലോക്ക് എന്നെഴുതി പുറത്തിറക്കിയ വാഹനം ആരുടെയും അരികിലെത്താതെ കിടക്കുകയാണ്. 44 ലക്ഷം രൂപ ചെലവഴിച്ചിറക്കിയതാണ്.